आज रात को ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കും. परमेश्वर हमसे व्यक्त रूप से बात करने पर കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. पिछले कुछ दिनों से परमेश्वर हमसे उनके दासों के माध्यम से बात कर പല रहे हैं. ആലോചനകൾ കേട്ടു. अनेक जो है प्रवचन हमने सुना. വ്യക്തിപരമായ ദൈവം പലരോടും സംസാരിച്ചു. व्यक्तिगत रूप से परमेश्वर ने किन्हीं लोगों से बात किया. അത് സംസാരിച്ചത് മാത്രമല്ല, ना सिर्फ बात किया, ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ और आने वाले दिनों में भी 21 ദിവസം പ്രാപിക്കുന്നവർ ദിവസങ്ങളാണെങ്കിൽ 21 दिन में प्राप्त करने का जो दिन है, ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി വിട്ട് സർവീസ് ചെയ്യുന്ന जिस പോലെ प्रकार वर्कशॉप में गाड़ी भेजकर हम रिपेयर करवाते हैं, അതിന്റെ ട്രയൽ, അതിന്റെ ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടായിരിക്കും. और उसके बाद उसका ट्रायल और टेस्ट बाद में होगा. ഞാൻ വിശ്വസിക്കുന്നു, मैं विश्वास करता हूँ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാപിച്ച ഓരോരുത്തരും इस उपवास प्रार्थना में प्राप्त किए हुए हर एक व्यक्ति ആത്മാക്കളെ കൊണ്ട് ഇവിടെ വരും. आत्माओं को लेकर जीत कर यहाँ पे आएंगे. അടുത്ത ലെവലിൽ നമ്മൾ വളരും. अगले लेवल में हम बढ़ेंगे. ഹല്ലേലൂയ. हालेलुया. ഉണർവ് വ്യാപരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിൽ കൂടി ഉണർവ് വ്യാപരിക്കും. जागृति हो ऐसा करके कहा तो हमारे द्वारा वो जागृति होगी. ദൈവം നിങ്ങളെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. परमेश्वर आपके बगैर कुछ भी नहीं कर सकते. നിങ്ങളെ കൂടാതെ ഒന്നും ചെയ്യാൻ कुछ കഴിയത്തില്ല. भी आपके बगैर नहीं कर सकते. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ अगर परमेश्वर को कुछ करना है എന്നെ ആവശ്യമാണ്. तो वो उस जरूरत मुझसे है. പറയാൻ പറ്റുമോ? എന്നെ ആവശ്യമാണ്. क्या आप कह सकते हैं मेरे द्वारा होगा? നിങ്ങളെ കൂടാതെ ദൈവത്തിന് ഒന്നും തന്നെ ചെയ്യാൻ आपके കഴിയത്തില്ല. बगैर परमेश्वर कुछ नहीं कर सकते. ഈ രാത്രിയിലും ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നത്. इस रात को भी परमेश्वर हमसे वही आग्रह ചില करता है. ആയുധങ്ങളെ മൂർച്ച വരുത്തുന്നത് പോലെ किसी अस्त्रों को उसको चोखा करने के लिए ദൈവം നിങ്ങളെ മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുക. परमेश्वर आपको चोखा कर रहे हैं. വരുന്ന ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കും. आने वाले दिनों में जरूर निश्चय रूप में आपको उपयोग में ഇന്ന് लाएंगे. രാത്രിയിൽ കേട്ടതുപോലെ आज रात को जैसे हमने सुना ഒരു പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയിരിക്കും. हो सकता है आप नॉर्थ इंडिया में जाएंगे. ഹല്ലേലൂയ. हालेलुया. ആമേൻ. നമ്മളെ നയിച്ച അല്ല നമ്മളെ മോഡലായി നിൽക്കുന്ന ഒരു നല്ല പാസ്റ്ററുകളാണ്. हमारे आदर्श के रूप में हमारे पास्टर अंकल നല്ല ഭൂരിപക്ഷം നല്ലൊരു പ്രായം നോർത്ത് ഇന്ത്യയിലാണ്. क्योंकि उनका ज्यादातर उम्र उन्होंने नॉर्थ इंडिया में बिताया है നല്ല ഭൂരിപക്ഷം നോർത്ത് ഇന്ത്യയിൽ ആത്മാക്കളെ और നേടിയത്. ज्यादातर उत्तर भारत में उन्होंने आत्माओं को जीता है. അതിന്റെ തുടർച്ചയായി ദൈവം നമ്മളെ ഒരുക്കും. और उसकी शुरुआत परमेश्वर हमसे करेंगे. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ആമേൻ. കർണാടക ഒരു എപ്പിസെന്റർ ആണെങ്കിൽ कर्नाटका अगर एक एपिक सेंटर है तो അതിന്റെ ചലനങ്ങൾ ജമ്മു കാശ്മീർ വരെ പോകും. और उसका जो अंतर है वो जम्मू कश्मीर तक है फैला जाएगा. ആമേൻ. आमेन. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി കാലത്തും ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. आज रात के समय के लिए एक छोटा सा आशय मैं आपके सामने रखना चाहता हूँ. യെരമ്യാവിന്റെ പ്രവചന പുസ്തകം यिर्मयाह नबी की किताब 1-ാം അധ്യായം उसका पहला अध्याय അത് 5-ഉം 6-ഉം 7-ഉം വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 5-ഉം 6-ഉം 7-ഉം उसका 5, 6 और 7 मैं हिंदी में आपके लिए पढ़ना चाहता हूँ. Jeremiah chapter 1 verse 5-7. यिर्मयाह नबी की किताब उसका पहला अध्याय उसका 5, 6 और 7 इस प्रकार कहते हैं. गर्भ में रचने से पहले ही मैंने तुझ पर चित्त लगाया और उत्पन्न होने से पहले ही मैंने तेरा अभिषेक किया. मैंने तुझे जातियों का भविष्यवक्ता ठहराया. तब मैंने कहा, हाय प्रभु यहोवा, देख मैं तो बोलना भी नहीं जानता क्योंकि मैं लड़का ही हूँ. परंतु यहोवा ने मुझसे कहा, मत कह कि मैं लड़का हूँ, क्योंकि जिस किसी के पास मैं तुझे भेजूँ वहाँ तू जाएगा और जो कुछ मैं तुझे आज्ञा दूँ वही तू कहेगा. അത് മലയാളത്തിലൂടെ വായിച്ച് സഹായിച്ചാൽ. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളിച്ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. मैं तुझे जो आज्ञा दूंगा वो तू कहेगा. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. परमेश्वर एक व्यक्ति को चुनता है എന്നിട്ട് പറയുന്നത്, और उसके बाद कहते हैं, നീ ഗർഭത്തിൽ ഉരുവാകുന്ന മുൻപേ गर्भ में रचने से पहले ही ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. मैं तुझे चित्त लगाया. ആമേൻ. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ തീരുമാനമല്ല. हम यहाँ पर जो है वो हमारा चुनाव नहीं है. നമ്മൾ പ്ലാൻ ചെയ്തതേ അല്ല. हमने उसके बारे में प्लान नहीं किया. എന്നാൽ എവിടെയോ ദൈവം നമുക്ക് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. लेकिन कहीं ना कहीं परमेश्वर ने हमारे ऊपर चित्त लगाया. എവിടെയോ നമുക്ക് വേണ്ടി തീരുമാനിച്ച പ്ലാൻ ചെയ്ത ഒരു ദൈവമുണ്ട്. कहीं ना कहीं हमारे लिए प्लान
करने वाला एक परमेश्वर है। യെരമ്യാവിനോട് ദൈവം അതന്നെ പറയുന്നത്. यिर्मयाह से भी परमेश्वर वही कहते നിന്നെ हैं ഉദരത്തിൽ ഉരുവാകുന്ന മുൻപേ कि गर्भ में रचने से पहले ഞാൻ നിന്നെ അറിഞ്ഞു. मैं तुझे चित लगाया। മാതാപിതാക്കൾ അറിയുന്ന മുൻപേ माता और पिता जानने से पहले യെരമ്യാവേ ഞാൻ നിന്നെ അറിഞ്ഞു. यिर्मयाह से परमेश्वर कहते हैं कि मैंने तुझे जान लिया। അവൻ നിന്റെ പൂർവ്വ പിതാക്കൾ അറിയുന്ന മുൻപേ तुम्हारे बाप दादे जानने से पहले ഞാൻ നിന്നെ അറിഞ്ഞു. मैं तुझे जान लिया। ഹല്ലേലൂയ. ആര് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും जो तुझे जाने या जो तुझे नहीं जाने, അറിയുന്ന ഒരു ദൈവമുണ്ട്. जानने वाला एक परमेश्वर है। നോക്കട്ടെ, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു और ദൈവമുണ്ട്. ऐसा परमेश्वर जो हमारे ऊपर कार्य कर सकता है। ആര് എതിർത്താലും എതിർത്തില്ലെങ്കിലും कोई तुझे अपमान करे तो कोई तुझे विरोध में रहे, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ हमें ഉണ്ട്. आगे ले जाने वाला एक परमेश्वर है। നമ്മുടെ കൂടെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. हमें जानकर हमारा मदद करने वाला एक परमेश्वर है। ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് और इस वचन में हम देखते हैं യെരമ്യാവേ, यिर्मयाह, ഞാൻ ഉരുവാകുന്ന മുൻപേ ഞാൻ ഞാൻ അറിഞ്ഞിരുന്നു. गर्भ में रचने से पहले मैंने तुझे जान लिया। അതെന്താ യെരമ്യാവേ അങ്ങനെ പറയാൻ കാരണം? हे यिर्मयाह, ऐसा क्यों तुझे कहा गया है? അതിന്റെ ആദ്യത്തെ വചനം മുതൽ വായിക്കുമ്പോൾ, उसके पहले आयत से ही अगर हम ध्यान दें, ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ उसके पहले आयत को अगर हम पढ़ेंगे ഒരു उस अध्याय ഒരു के, കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. उस वचन को कहकर मैं आगे बढ़ना चाहता हूँ। हिल्किया के पुत्र यिर्मयाह जो बिन्यामीन देश के अनातोत में रहने वाले याजकों में से था, उसी के ये वचन है। അത് ഒന്നാം വാക്യം മലയാളത്തിൽ. ബെന്യാമീൻ ദേശത്ത് അനാഥോത്യത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്യാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. ഹിൽക്കിയാവിന്റെ മകനായ യെരമ്യാവിന്റെ വചനങ്ങൾ. हिल्किया के पुत्र यिर्मयाह के बारे में कहा गया है। ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. और ये किताब की शुरुआत ऐसे ही हुई है। ദൈവം പറയുന്നത് परमेश्वर का वचन कहता है ബെന്യാമിൻ ദേശത്ത്, कि बनियामिन के देश में, അനത്തോത്ത് എന്ന ഒരു സ്ഥലത്ത്, अनतोत नामक एक जगह पर, ഹിൽക്കിയാവ് എന്ന പുരോഹിതന്റെ പുത്രനായി हिल्किया नामक एक याजक के घर पर ജനിച്ച ഒരു യെരമ്യാവ്. जन्म लेने वाला यिर्मयाह। യെരമ്യാവേ, यिर्मयाह, നീ എന്തുവാ പറയുന്നത്? तुम क्या कहना चाहते हो? ഇൻട്രൊഡക്ഷൻ എന്തുവാ? तुम्हारा परिचय क्या है? പുരോഹിതന്റെ മകനായി ജനിച്ച याजक के घर में पैदा लेने वाला। ഈ ഒരു സ്ഥലം നോക്കുമ്പോൾ इस जगह को अगर हम देखेंगे, ഇസ്രായേലിന്റെ രണ്ട് ഭാഗമായി തിരിച്ചിരുന്നു. इजराइल को 2 भागों में विभाजित किया गया। 10 ഗോത്രം ഒരു സൈഡിലും, 10.5 गोत्र एक तरफ, അതിനെ ഇസ്രായേൽ എന്നും, उसको इजराइल करके नाम, 2 ഗോത്രങ്ങൾ താഴോട്ട് വന്ന और 2.5 गोत्र नीचे दक्षिण की ओर, അത് യഹൂദ എന്ന പേരിൽ और उसका അറിയപ്പെട്ടിരുന്നു. यहूदा के नाम से। ഈ യെരമ്യാവ് ഈ യഹൂദ ഗോത്രത്തിലുള്ളതാ. और यह जो यिर्मयाह वो यहूदा गोत्र में से है, യഹൂദ ദേശത്തുള്ള, यहूदा देश में है। ആ ദേശത്തുള്ള ഒരു ട്രൈബാണ് ബെന്യാമിൻ. और उस देश का एक गोत्र है बनियामिन जहाँ रहता ആ है। ബെന്യാമിന്റെ കുലത്തിൽ നമ്മൾ കാണുമ്പോൾ और उस बनियामिन के गोत्र में അവിടെ അനത്തോത്ത് എന്ന സ്ഥലം ഉണ്ടായിരുന്നു. अनतोत नामक एक जगह है। ആ സ്ഥലത്തിന്റെ പ്രത്യേകത उस जगह की विशेषता ലേവിയർ താമസിച്ചിരുന്ന സ്ഥലമാണ്. लेवी रहने वाला जगह, എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ താമസിച്ചിരുന്ന यानी സ്ഥലം. याजक जहाँ रहते थे वैसा जगह। ലേവിയർക്ക് പ്രത്യേക സ്ഥലമൊന്നുമില്ല. लेवियों को रहने की कोई जगह नहीं थी। അവർക്ക് നൽകപ്പെട്ട സ്ഥലം उनको जो भाग दिया गया है, ഓരോ ഗോത്രങ്ങളുടെ ഇടയിൽ പോയി हर താമസിക്കുക. एक गोत्र के बीच में वो वास करते हैं। ലേവിയരുടെ ഉത്തരവാദിത്തമാണ് लेवियों का जवाबदारी है ഓരോ സ്ഥലത്ത് ഓരോ ഗോത്രങ്ങളുടെ ഇടയിൽ ദൈവസാന്നിധ്യം നിലനിർത്താൻ. हर एक गोत्र के बीच में परमेश्वर के सानिध्य को बरकरार रखना। ഓരോ ഗോത്രങ്ങളുടെ ഇടയിൽ हर एक गोत्रों के बीच में ആത്മാവിന്റെ സാന്നിധ്യം നിലനിർത്താൻ, आत्मा का सानिध्य को निर्धारित करना, ദൈവത്തിന്റെ ആരാധനകൾ കഴിക്കുവാൻ परमेश्वर को आराधना का देने के ഈ लिए പുരോഹിതന്മാരുടെ ജോലിയാ. ये याजकों का कार्य है। നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ട്. हम लोग ने ऐसा देखा है। നമ്മുടെ കൂട്ടത്തിലും ചില പുരോഹിതന്മാരുണ്ട്. हमारे बीच में भी कुछ याजक है। ഓരോ ഭവനത്തിൽ ഒരു പുരോഹിതനുണ്ട്. हर एक भवन में एक याजक है। അത് ആ വീടിന്റെ ഹസ്ബൻഡ്സ് പിതാവ്. और उस घर का मुखिया यानी पिता है। ഓരോ വീട്ടിൽ അതിന് പുരോഹിതനുണ്ട്. उस हर एक परिवार में एक याजक है। ഓരോ സഭയിൽ അതിന് പുരോഹിതനുണ്ട്. एक एक समय में एक पुरोहित है। ആ പുരോഹിതന്റെ ജോലിയാ उस याजक का कार्य है ആ ദേശത്തെ, ആ കുടുംബത്തെ, ആ സഭയുടെ ആത്മീയ നിലവാരം പുലർത്തുവാൻ. उस परिवार का, उस कलीसिया का, उस जगह का आत्मिक रूप में निर्धारित करना। അങ്ങനെ ഒരു ഗോത്രം उसी प्रकार से एक गोत्र പല സ്ഥലങ്ങളായി വിഭാഗിക്കപ്പെട്ടു. अनेक जगहों पर विभाजित किया गया। അങ്ങനെ വന്ന് പാർക്കുന്ന ഒരു ഗോത്രത്തിന്റെ ഒരു ഭാഗമാണ് അനത്തോത്തിൽ. और उस जगह विभाजित किए हुए से एक गोत्र था अनतोत में रहने वाला याजकों का एक समूह। ഈ അനത്തോത്ത് എന്ന ഗോത്ര സ്ഥലത്ത് താമസിക്കുന്ന പുരോഹിതന്മാർ, और इस अनतोत नामक जगह पर रहने वाले याजक ഈ ബെന്യാമിൻ ഗോത്രത്തിലുള്ള ഓരോ വ്യക്തികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇവരുടെ ജോലിയാണ്. और इस बेन्यामिन गोत्र में जो उनकी आत्मिक उत्तरदायित्व है उसका पूरा जवाबदारी इस याजकों का है जो वहां रहते हैं। ഓരോ സ്ഥലത്ത് അതിന് സിനഗോഗ്സ് ഉണ്ട്. उनके हर एक
जगह पे प्रार्थना का स्थल है। ഓരോ സ്ഥലത്ത് അതിന്റെ ആരാധനാ ക്രമങ്ങളുണ്ട്. आराधना की क्रियाएं हर एक जगह पर है। ഇവരുടെ ജോലിയാ പുരോഹിതനായി നിൽക്കുക. और ये याजकों का कार्य ही है उसको क्रमानुसार करना। ഇവർ വർഷത്തിൽ ഒരിക്കൽ കൂറും പ്രകാരമായി കാലങ്ങൾ പോയ ശേഷം और उनके जो है वर्ष खत्म होने के अनुसार जो है കൂറും പ്രകാരമായി യെരുശലേം ദേവാലയത്തിൽ അവർ പോകും. वो जो है साल के खत्म होते हुए यरूशलेम के आलय में जाते हैं യെരുശലേം ദേവാലയത്തിൽ പോയി ഇവർ ആരാധിക്കും. और उस यरूशलेम के मंदिर में जाकर आराधना करते हैं। വെളിയിൽ നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഇവർ പ്രാർത്ഥിക്കും. और बाहर उनके जो जन है उनके लिए प्रार्थना करते हैं। വെളിയിൽ നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഇവർ യാഗങ്ങൾ അർപ്പിക്കും. और उस जो बाहर खड़े हैं उन लोगों के लिए बलि अर्पण करके അങ്ങനെ ചെയ്തു വന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് യെരമ്യാ. ऐसे ही कार्यों को अंजाम देने वाले याजकों के समूह के एक परिवार में जन्म लेने वाला एक व्यक्ति था यिर्मयाह। യെരമ്യാ ജനിച്ച സമയം മുതൽ यिर्मयाह के पैदा होने से समय तक അവനെ ട്യൂൺ ചെയ്തിരിക്കുന്ന അടുത്ത പുരോഹിതനാക്കാനാ. उसको जो बना उसके जन्म से ही उसको याजक बनने के लिए ट्यून किया गया है। അവനെ ആരാധനാ ക്രമങ്ങളൊക്കെ പഠിപ്പിച്ചു. उसको आराधना का क्रम बताया गया है। ആരാധനയുടെ ശൈലികൾ പഠിപ്പിച്ചു. आराधना की शैली बताई गई है। യെരമ്യാ അടുത്ത പുരോഹിതനാകാനുള്ള क्योंकि വ്യക്തിയാ. अगला पुरोहित यिर्मयाह को बनना है। അടുത്ത ശൈലികളെ പുരോഹിതന്റെ ശൈലി എല്ലാം പഠിച്ചു और കഴിഞ്ഞു. याजक की सारी शैली को यिर्मयाह ने सीख लिया। യെരമ്യാ ചിന്തിച്ചിരുന്നതും പഠിച്ചതും എല്ലാം പുരോഹിതനാകാനാ. यिर्मयाह ने जो कुछ भी सीखा पढ़ा वो याजक बनने के लिए था। യെരമ്യാവിന്റെ ശൈലിയും സംസാര ശൈലിയും പുരോഹിതനാകാനാ. और यिर्मयाह की बातचीत बोलचाल हर एक याजक की शैली में थी। രണ്ട്, दूसरा, ഈ പുരോഹിതന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. इस पुरोहित की एक विशेषता है। നമ്മുടെ ദേശത്ത് ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉള്ളതുപോലെ आज जिस प्रकार हमारे जो है नेता लोग हुआ करते हैं, യഹൂദന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. यहूदियों की एक विशेषता यह है അവരുടെ സമൂഹത്തിൽ അവരുടെ സൊസൈറ്റിയിൽ ഏറ്റവും മൂന്ന് കൂട്ടർ ഏറ്റവും മാനിക്കപ്പെട്ടിരുന്നത്. उनके समुदाय में तीन विशेष लोग जो है महत्वपूर्ण हुआ करते थे। ഒന്ന് രാജാവ്, पहला राजा, രണ്ട് दूसरा പുരോഹിതൻ, याजक, മൂന്ന് तीसरा പ്രവാചകൻ. भविष्यवक्ता। ഈ മൂന്ന് കൂട്ടർ ആ ദേശത്ത് ആ ഇസ്രായേൽ യഹൂദന്മാരുടെ ഇടയിൽ മാനിക്കപ്പെട്ടിരുന്നത്. और ये तीन महत्वपूर्ण व्यक्ति है जो उनके मध्य में महत्वपूर्ण हुआ करते थे, आदर सम्मान के योग्य हुआ करते അവർക്ക് थे, നല്ല വെയിറ്റാ. क्योंकि उनको बहुत सम्मान दिया जाता था। എങ്ങോട്ട് ചെന്നാലും വെയിറ്റാ. जहां कहीं भी जाएंगे आदर दिया जाता എന്നാൽ था। ഒരു കാര്യം കൂടെ ഉണ്ട്. लेकिन दूसरी विशेषता यह है, ആൾക്കാർക്ക് പുരോഹിതനാകാൻ വലിയ താല്പര്യമില്ല. लेकिन लोगों को याजक बनने की कोई दिलचस्पी नहीं थी, കാരണം ഈ പുരോഹിതനായി കഴിഞ്ഞാൽ क्योंकि ये पुरोहित बनने के बाद ആൾക്കാരുടെ തെറ്റുകൾ പറയുമ്പോൾ लोगों की गलतियां बताने पर അവരുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കണം. क्योंकि उनके मुंह से निकलने वाली गालियों को सुनना पड़ता है। ദൈവവേലയാണെങ്കിലും ये सेवकाई होने के बावजूद भी, എന്നാൽ പുരോഹിതനായ പ്രവാചകനായ നിമിത്തം भविष्यवक्ता होने के बाद भी, ഈ പ്രവാചകൻ ആയ നിമിത്തം भविष्यवक्ता होने के कारण, ദൈവത്തിന്റെ അരുളപ്പാടുകൾ പറയുന്ന നിമിത്തം परमेश्वर की वाणी सुनकर ഇവര് ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആൾക്കാർ ഇവരെ വഴക്ക് പറയും. और उसको सुनने के बाद लोग इसको जो है अपमानजनक समझकर गालियां देते हैं। അങ്ങനെ ഹിസ്റ്ററിയിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. इतिहास में हम अनेक जगह पर पढ़ सकते ഇതിനു हैं, മുൻപും പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. बहुत सारी चीजें उससे पहले भी हो चुकी हैं। സോ അങ്ങനെ ആൾക്കാർ പലർക്കും പ്രവാചകനാകാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിൽ इसलिए लोगों को जो है भविष्यवक्ता बनने का कोई दिलचस्पी नहीं था। പുരോഹിതനായ കഴിഞ്ഞാൽ पुरोहित होने के बाद ആലയത്തിൽ വരിക, आलय में आते हैं, വരുന്ന ആൾക്കാർക്ക് വേണ്ടി ശുശ്രൂഷിക്കുക, जो लोग आते हैं उनकी सेवकाई करते हैं, വലിയ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പോലും പോകും. और ध्यान पूर्वक ना उसको भी दोष ना इसको भी दोष ऐसा करके सावधानी से चलते हैं। എന്നാൽ പ്രവാചകന്റെ പ്രശ്നം लेकिन भविष्यवक्ता का जो प्रॉब्लम है, ഈ പറയുന്നതെല്ലാം പറയുന്നത് കേട്ട് ആൾക്കാർ ഇവരെ വഴക്ക് പറയും. और ये सारी चीज जो लोग बोलते हैं उस पे सुनकर गालियां देते हैं। എന്നാൽ ഒന്നാമത്തെ കൂട്ടമുണ്ട് एक दूसरा गुट भी है, രാജാവ്. राजा। ആ രാജാവ് പറയുന്ന പോലെ ആ ദേശത്ത് നടക്കും. राजा जो कुछ भी बोलेगा वैसा उस देश में होगा। രണ്ടും പാരലലി ചെയ്ത് നടക്കുന്ന ഒരു കൾച്ചർ അവിടെ एक കാണുന്നു. ऐसी संप्रदाय जो दोनों एक तरह एक साथ चलती है। ഒന്ന് രാജാവ് മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, पहला जो राजा जो मनुष्य के द्वारा चुना गया है, പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. याजक और भविष्यवक्ता परमेश्वर के द्वारा चुने गए हैं। അതിൽ പ്രവാചകന്മാരാകാൻ പലർക്കും താല്പര്യമില്ല. और भविष्यवक्ता होने के लिए किसी को कोई दिलचस्पी नहीं है। പുരോഹിതനായി കഴിഞ്ഞാൽ याजक बनने के कारण വലിയ വെയിറ്റാ. वो थोड़ा आदर का कार्य है। എങ്ങോട്ട് ചെന്നാലും ഒരു വെയിറ്റാ. जहां कहीं भी जाएंगे याजक का कार्य आदर का रहता है, കാരണം ഈ പുരോഹിതൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വഴി क्योंकि जैसे ही एक रास्ते से अगर कोई याजक आता है तो लोग रास्ता दे देते हैं। സോ അങ്ങനത്തെ കൾച്ചറിൽ വരുന്ന ഒരു ऐसा एक संप्रदाय में एक परंपरा में जीते थे वो लोग। സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ച യെരമ്യാവിന്റെ മനസ്സിന്റെ ട്യൂണിംഗ് എങ്ങനെയായിരുന്നു? तो इस प्रकार के संदर्भ में परिस्थिति में जन्म लेने वाले यिर्मयाह जो याजक के रूप में जन्म लिया है, उसको इसीलिए ट्यून किया गया है। മൂന്നാമത് ഈ പുരോഹിതന്റെ പ്രത്യേകത,
तीसरा, इस याजक की विशेषता, അവർക്ക് ഒന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. उनको काम करने की जरूरत नहीं है. റേഷനൊക്കെ വീട്ടിൽ വന്ന് വരും. उनका जो रेशन है उनके घर में पहुंच जाता है അവർക്ക് ആഹാരത്തിന് മുട്ടില്ല. और उनके भोजन की कमी नहीं है, ആലയത്തിൽ അർപ്പിക്കുന്നതിന്റെ ഭാഗം എല്ലാം വീട്ടിൽ വരും. क्योंकि जो आलय पे मंदिर में समर्पित किया गया है उसका एक भाग उनके घर में आएगा. വൈകുന്നേരം ആകുമ്പോൾ ആഹാരത്തിന് മുട്ടില്ല. और शाम को भी जो है भोजन की कमी नहीं है. നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ് ऐसा एक अच्छे परिवार में, याजक के परिवार में जन्म लेने वाला व्यक्ति है यिर्मयाह. സോ ഈ യെരമ്യാവിനെ നോക്കി ദൈവം പറയുന്നത്, और इस यिर्मयाह को देखकर परमेश्वर कहते हैं, മോനെ യെരമ്യാവേ, हे यिर्मयाह, ഇങ്ങോട്ട് വാ, बेटा यिर्मयाह इधर आ, ഞാൻ നിന്നെ ഒന്ന് തിരഞ്ഞെടുക്കാൻ പോകും. मैं तुझे चुनने वाला हूँ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. मैं तुझे जान लिया हूँ. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന മുമ്പേ, ഉരുവാകുന്ന മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. माँ के गर्भ में रचने से पहले ही मैंने तुझे जान लिया है. നിന്നെ പിതാക്കൾ നിന്നെ അറിഞ്ഞു കാണത്തില്ല. तेरे माता पिता तुझे नहीं जान पाए होंगे, എന്നാൽ നിന്നെ അറിഞ്ഞ ഞാൻ ഒരു ദൈവമുണ്ട്. लेकिन तुझे जानने वाला एक परमेश्वर है. അവൻ നിനക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. तेरा एक डेट ऑफ बर्थ है, जन्म की तिथि है. എന്നാൽ എന്റെ പുസ്തകത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചില മാസങ്ങൾക്ക് മുൻപാ. लेकिन मेरे किताब में तेरी जो जन्म तिथि है वो काफी समय पहले है. നിന്റെ മാതാപിതാക്കൾക്ക് ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴാണ്. इस शरीर, तेरे माता पिता वो जन्म तिथि जानते हो कि जब तू इस धरा पर जन्म लेगा. എന്നാൽ എന്റെ പുസ്തകത്തിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വേറെയാ. लेकिन मेरे किताब में तेरे लिए जो जन्म तिथि है वो दूसरी है, ചില മാസങ്ങൾക്ക് മുൻപെയാ. वो कुछ महीने से पहले है. ആ യെരമ്യാവേ, हे यिर्मयाह, ആ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞ ദൈവമാണ് നിന്നെ वो വിളിക്കുന്നത്. जन्म तिथि जानने वाला परमेश्वर तुझे बुला रहा അവൻ है. നിന്റെ മാതാവിന്റെ ഉദരത്തിൽ ജനിക്കുന്ന മുൻപേ, तेरे माँ के गर्भ में रचने से पहले, ഉരുവാകുന്ന മുൻപേ रचने से पहले ही ഞാൻ നിന്നെ मैं അറിഞ്ഞിരിക്കുന്നു. तुझे जान लिया हूँ. നിന്റെ ഭാവി എന്തെന്ന് ഞാൻ तेरे അറിഞ്ഞിരുന്നു. भविष्य में जान लिया हूँ. നിന്നെ കുറിച്ച് പദ്ധതി എന്തെന്ന് तेरी അറിഞ്ഞിരുന്നു. पद्धतियां मैं जानता हूँ. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ इसी प्रकार से हम जब पढ़ते हैं, അതിന്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, उसके 5वें वाक्य को एक और बार हम पढ़ेंगे. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. जातियों का भविष्यवक्ता करके मैंने तुझे ठहराया है. മനസ്സിന്റെ ട്യൂണിംഗ് എന്തുവാ? मन का ट्यूनिंग क्या है? പുരോഹിതനാകാൻ, पुरोहित याजक बनने के लिए, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ. एक अच्छा लाइफस्टाइल जीने के लिए. ദൈവവിളി വരുമ്പോൾ लेकिन परमेश्वर की बुलाहट आएगी, സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തമായി, परिस्थिति से विपरीत रहती है, കുടുംബ പാരമ്പര്യത്തിന് വ്യത്യസ്തമായി. परंपरा से विपरीत रहती है. ആമേൻ. ദൈവത്തിന്റെ ഒരു വിളി परमेश्वर की बुलाहट ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു വിളി വരാൻ आज പോകുകയാണ്. किन्हीं लोगों के ऊपर इस प्रकार का एक खास बुलाहट है. നമ്മുടെ ചിന്താതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിളി. अपनी सोच से परे कार्य करने की एक बुलाहट. ഹല്ലേലൂയ. हालेलुया. പുരോഹിതനെ വിളിച്ച് വേർതിരിക്കുന്നു. याजक को बुलाकर अलग करते हैं. ഓനെ യെരമ്യാവേ ഇങ്ങോട്ട് വാ, बेटा यिर्मयाह तू इधर आ, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കാൻ मैं तुझे പോകുകയാണ്. जातियों का भविष्यवक्ता होकर ठहराता हूँ. ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കാൻ जातियों का പോകുക. भविष्यवक्ता होकर ठहराता അതെന്താ हूँ. യെരമ്യാവേ അങ്ങനെ സംഭവിക്കാൻ? हे यिर्मयाह, ऐसा क्यों तेरे जीवन में? യഹൂദിയ ദേശത്തിൽ താമസിക്കുന്ന നിനക്ക് क्योंकि यहूदा देश में रहकर तुझे, യഹൂദന്മാരോടല്ലേ പ്രവചിക്കേണ്ടത്? यहूदियों की तरफ तुझे भविष्यवाणी करनी എന്നാൽ है. നിന്റെ വിളി എവിടെയാ? लेकिन तेरी बुलाहट कहाँ है? ജാതികൾക്ക് വേണ്ടിയാ. जातियों के लिए അവൻ है. ജാതികൾക്ക് വേണ്ടിയാ. जातियों के लिए അങ്ങനെ है. ജാതികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് और യെരമ്യാവ്. इसी प्रकार जातियों के लिए ठहराया गया, चुना हुआ एक ऐसा भविष्यवक्ता है जिसका नाम यिर्मयाह है. ആമേൻ. ആമേൻ. ഇന്ന് അങ്ങനത്തെ ചില വിളി ജനത്തിന്റെ മേൽ വരാൻ പോകും. आज ऐसी कोई बुलाहट अनेकों के ऊपर घिरने पाए. ഇന്ന് ചില ബിസിനസ്സുകാർ ദൈവത്തെ ആരാധിക്കാൻ, आज कुछ व्यापार करने वाले परमेश्वर की आराधना करने के ദൈവത്തെ लिए, സേവിക്കാൻ, परमेश्वर की सेवा करने के ചില लिए, ഡോക്ടേഴ്സ് ദൈവത്തെ സേവിക്കാൻ, कुछ डॉक्टर्स परमेश्वर की सेवा करने ചില के लिए, അപ്പോസ്തലന്മാരായി മാറാൻ, कुछ लोग प्रेरित बनने के ചില लिए, പ്രവാചകന്മാരായി മാറാൻ. भविष्यवक्ता बनने के लिए. ഹല്ലേലൂയ. നിങ്ങളുടെ Hallelujah. സാഹചര്യങ്ങളും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വിരോധമായി परिस्थितियां तेरे क्वालिफिकेशन से बढ़कर ഒരു ഉന്നത വിളിക്ക് ഉടമസ്ഥരായ നിങ്ങളെ ഇന്ന് മാറ്റാൻ एक പോകുകയാണ്. उत्तम बुलाहट के लिए परमेश्वर आज तुझे चुनना चाहता ആ है. പരമ വിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ आज उस उत्तम बुलाहट की दिशा में दौड़ने के നിങ്ങളുടെ लिए, ക്വാളിഫിക്കേഷന് വിരോധമായി, तेरे क्वालिफिकेशन के विरोध में, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വിരോധമായി तेरी परिस्थितियों के विरोध में അവൻ ഒരു ഉന്നത വിളി एक उत्तम बुलाहट ഇന്ന് ഈ സഭയുടെ മേൽ इस कलीसिया के ऊपर വരുന്ന ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി, आने वाले दिनों में प्रवर्तित करने के ഇന്ന് लिए, ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി आज कुछ
कुछ लोग उसके लिए बढ़ने के लिए സാഹചര്യങ്ങൾ റൂട്ട് മാറ്റി വിടുന്നത് तेरे പോലെ परिस्थितियों को दूसरी दिशा में बदलकर ഒരു ഉന്നത വിളി. एक उत्तम बुलाहट, ഹല്ലേലൂയ. हालेलुया, നിങ്ങളെ വിളിക്കുന്ന ആ വിളി और एक उत्तम बुलाहट के लिए आज हमें बुला रहे हैं. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ अब तेरी माँ के गर्भ में रचने से पहले അവൻ വിളിച്ച ഒരു ദൈവം. मुझे बुलाने वाला एक परमेश्वर है. യരമ്യാവേ, उसका नाम यिर्मयाह, ജാതികൾക്ക് പ്രവാചകനായി. जातियों का भविष्यवक्ता होकर. ഇന്നിവിടെ ഉണ്ടോ ജാതികൾക്ക് आज कोई പ്രവാചകന്മാരായി? है यहाँ पे मुझे सुन रहा है, जातियों का भविष्यवक्ता. സഹോദരന്മാരെ, मेरे भाइयों, സഹോദരിമാരെ, मेरे बहनों, മാതാപിതാക്കളെ, मेरे माता पिता, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചിന്തിച്ചതും അവൻ കരുതി കൂട്ടിയിരുന്ന വിരോധമായി പിന്നൊരു ഉന്നത വിളിയുടെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കാൻ പോകുകയാണ്. आज जब तो आपने सुना है उससे भी बढ़कर एक उत्तम बुलाहट की आवाज आज आप सुन रहे हैं. അവൻ നിങ്ങൾ ചിന്തിച്ചതിന് വിരോധമായി, आपके सोचने से भी बढ़कर, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, आपके पढ़ाई से भी बढ़कर, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ आपके വിരോധമായി, क्वालिफिकेशन से भी बढ़कर, നിങ്ങളുടെ പേരിന്റെ സഫിക്സും പ്രിഫിക്സിനും വിരോധമായി आपके नाम के आगे और पीछे से भी बढ़कर അവൻ ഉന്നത വിളിയുടെ അവകാശിയായി മാറുവാൻ. उत्तम बुलाहट की मिरास आपको ले रहा है. ആമേൻ. हालेलुया. ഞാൻ നിന്നെ ഉരുവാക്കുന്ന മുൻപേ कि അറിഞ്ഞിരുന്നു. गर्भ में रचने से पहले मैंने जान लिया है. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. और मैं तुझे चित लगाया है. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. अब अभिषेक किया है, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. पवित्र किया है. ഞാൻ നിന്നെ मैं വിശുദ്ധീകരിച്ചിരുന്നു तुझे पवित्र किया है. എന്ന് പറഞ്ഞാൽ अर्थ यह है ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അങ്ങ് നീക്കി വെക്കുക. एक दूसरे कार्य के लिए तुझे अलग किया है. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി മാറ്റി एक വെക്കുക. अलग उद्देश्य के लिए तुझे अलग किया है. നിന്റെ മാതാപിതാക്കൾ എന്താ വിചാരിച്ച? तेरे माता पिता ने तुझे क्या सोचा? പുരോഹിതനാകാൻ. याजक बनने के लिए. നിന്റെ പൂർവ്വപിതാക്കൾ എന്താ തീരുമാനിച്ചത്? तेरे बाप दादे तुझ पर क्या सोचे? പുരോഹിതനാകാൻ. याजक बनने के लिए. നിന്റെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയായിരുന്നു? तेरा पढ़ाई किस रीति से थी? ട്രെയിനിങ് എങ്ങനെയായിരുന്നു? ट्रेनिंग किस रीति से थी? പുരോഹിതനാകാൻ. याजक बनने के लिए. എന്നാൽ लेकिन അമ്മയുടെ ഉദരത്തിൽ തന്നെ माँ के गर्भ से ही ഞാൻ നിന്നെ അറിഞ്ഞു. मैंने तुझे जान लिया ഞാൻ है. നിന്നെ വിശുദ്ധീകരിച്ചു. मैंने तुझे अलग किया है. ഞാൻ നിന്നെ വേർപെടുത്തി. मैं तुझे अलग किया है. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു വേർപെടൽ, ആ ഒരു വിശുദ്ധീകരണത്തിന് വിരോധമായി उस पवित्रता और उस अलगाव के विरोध में ഒരു ബുദ്ധിയുടെ അവകാശം അവിടെ ചലിക്കത്തില്ല. एक बुद्धि की सोच वहां पे काम नहीं कर ആ सकती. ബുദ്ധി ഒരു വ്യക്തിയുടെ ചിന്ത അതിന് വിരോധമായി ചലിക്കത്തില്ല. एक व्यक्ति की सोच उसके विपरीत कार्य नहीं कर सकती. കാരണം ഞാൻ നിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചു. क्योंकि परमेश्वर ने तुझे दूसरे कार्य के लिए अलग करके रखा है. പഠിക്കാവുന്നതോളം പഠിച്ചോ, जितना तुझे पढ़ना पढ़ ले, കരുതാവുന്നതോളം കരുതിക്കോ. जितना तुझे संभालना है संभाल ले. എന്നാൽ ഉന്നത വിളിയുടെ സമയമാകുമ്പോൾ लेकिन जब उत्तम बुलाहट का समय आएगा, ഒറ്റ വിഷയം നിങ്ങളെ തടയാൻ കഴിയത്തില്ല. एक कोई विषय तेरे विरोध में नहीं आएगा. ഒരു മന്ത്രവാദം നിങ്ങളെ തടയാൻ कोई കഴിയത്തില്ല. जादू टोना तेरे विरोध में नहीं आएगा. ഒരു പൈശാചിക ശക്തികൾ നിങ്ങളെ തടയാൻ कोई കഴിയത്തില്ല. अंधकार की शक्तियां तेरे विरोध में नहीं ഞാൻ आएगी. എന്റെ സഭയെ പണിയും. क्योंकि मैं अपनी कलीसिया बनाऊंगा. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. लोग के फाटक जय न होंगी. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. लोग के फाटक नहीं जय होंगे. ഒരു നാവുന്ന ചമ്മട്ടിക്ക് നിങ്ങൾ ഗുപ്തനായിരിക്കും. और तू जो है हर एक लोगों से छुपा रहेगा. ആമേൻ. നാവുന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനായിരിക്കും. तो अपने जबान से ജീവ് നാമക കോടേസെ. okay, तो अपने जीव नामक कोड़े से तू अलग क्या रहेगा. അവൻ നാവുന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനായി മറഞ്ഞിരിക്കും. हाँ, तू अपने जीव नाम के कोड़े से तू अलग करके रहा रहेगा. അങ്ങനെ പറയുന്ന അർത്ഥം और उस कहने का अर्थ यह है, അവൻ നിങ്ങൾക്ക് വിരോധമായി എന്ത് ചെയ്താലും, तुम्हारे के विरोध में कुछ बातें कही जाएंगी. നിങ്ങൾക്ക് വിരോധമായി എന്ത് മന്ത്രവാദങ്ങളും तुम्हारे ചൊല്ലിയാലും, विरोध में कुछ मंत्रवाद कहे जाएंगे. നിങ്ങൾക്ക് വിരോധമായി നിന്റെ അഭിഷേകം വിരോധമായി ആര് तेरे എഴുന്നേറ്റാലും, अभिषेक के विरोध में अगर कोई व्यक्ति उठे, ആമേൻ, ഉന്നത വിളി ഉള്ളതാകിയാൽ उत्तम बुलाहट होने के कारण ഒറ്റ ശക്തികൾക്ക് തടയാൻ कोई കഴിയത്തില്ല. शक्ति तुझे विपरीत खड़ी नहीं होगी. സമയമാകുമ്പോൾ നിങ്ങളുടെ കാതിൽ അത് കേട്ടിരിക്കും. तेरे समय आए पर तू आगे बढ़ेगा. ഇന്ന് ചില വേർതിരിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. आज ऐसे एक बदलने का एक अनुभव होने पाए. ആമേൻ. ആമേൻ. അതിലെ 6-ാം വാക്യം, എന്നാൽ ഞാൻ उसके छठे वाक्य में तब मैंने कहा, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. मैं बोलना नहीं जानता. അയ്യോ കർത്താവേ, हाय प्रभु, തെറ്റിപ്പോയി. गलती हो गई. ഇത് റോങ് അഡ്രസ്സിലാണ് ये വന്നത്. गलत पते पर आया है. ഞാൻ ബാലന. मैं लड़का हूँ.
ഞാൻ ഹിസ്റ്ററി കുറച്ച് റിസർച്ച് ചെയ്തു. मैं थोड़ा सा रिसर्च किया. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യം, मैं रिसर्च जब किया तो मैंने यह देखा, ഈ യെരമ്യാ ബാലൻ എന്ന് പറയുമ്പോൾ ये यिर्मयाह जो लड़का है करके खुद को कहता है, ഏകദേശം 30 വയസ്സുണ്ടായിരുന്നു എന്നാ कम പറയുന്നത്. से कम 30 साल का है करके इतिहास बताता है. ഏകദേശം നമ്മുടെ ഒക്കെ പ്രായം, एक हमारा उम्र, ഏകദേശം നമ്മുടെ ഒക്കെ പ്രായം तकरीबन हमारा उम्र 30 വയസ്സ്. 30 साल. എന്നാൽ അതിന് മറുപടി എന്തുവാ? लेकिन उत्तर देखिए, അയ്യോ കർത്താവേ, हे प्रभु, हाय प्रभु, ഞാൻ ബാലനല്ലോ, मैं एक लड़का हूँ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. मैं तो बोलना भी नहीं जानता. ഞാനും പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, मैं भी कभी कभार ऐसे कहता हूँ, അപ്പൊ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. बोलना नहीं जानता. എന്നാൽ ഉന്നത വിളിയുടെ ആ പരമ വിളിയുടെ ബലം നമ്മുടെ മേൽ വരുമ്പോൾ, लेकिन जब उत्तम बुलाहट का वो सामर्थ हमारे ऊपर जब आता है അതിന്റെ നിയോഗം, അതിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, और उसका अभिषेक जब हमारे ऊपर खारी करता है, നിങ്ങളുടെ ബലഹീനതയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കഴിയുന്ന ശക്തിയുടെ ബലം आपके बलहीनता से भरे आपके लिए कार्य करने वाली वो सामर्थ, ഈ മൺകൂടാരത്തിൽ പകർന്നതാക്കിയാൽ और इस जो है मन पात्र में वो समर्थ कार्य करती है, നീ തകരത്തില്ല, तू नहीं हारेगा, നീ തകരത്തില്ല, तू नष्ट नहीं होगा, നീ തകരത്തില്ല. तू नष्ट नहीं होगा. ആമേൻ. ഈ അത്യന്ത ശക്തി क्योंकि यह जो बड़ी सामर्थ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ കിടപ്പുണ്ടത്, पहली कुरिन्ती उसके 4th अध्याय में लिखा हुआ ഈ है മൺകൂടാരങ്ങളിൽ कि പകർന്നു. इस मिट्टी के बर्तनों में എന്തെന്നറിയാമോ? क्या लिखा है, താഴെ വായിക്കുമ്പോൾ കാണാൻ नीचे പറ്റും. लिखा हम पढ़ते हैं, പ്രശ്നങ്ങൾ വരുമ്പോൾ, जब मुसीबतें आएंगी, പെർസിക്യൂഷൻസ് വരുമ്പോൾ, जब तड़ाव आएगा, നിങ്ങൾക്കെതിരെ ഇടി വരുമ്പോൾ, जब आपके विरोध में जब लड़ाइयां आएंगी, മുക്കാലകത്തോ അവൻ ഇടി വരുമ്പോൾ, जब मुक्का लगेगा तो അവൻ ഒരു കാരണത്താലും തകരാത്ത ഒരു പാത്രമാകണമെങ്കിൽ एक ऐसा पात्र जो उसके बावजूद भी नहीं टूटेगा. എന്റെ ബലം എന്ന നിക്ഷേപം നിങ്ങളുടെ മൺകൂടാരത്തിൽ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. मेरा बल उस मिट्टी के बर्तनों में जो प्रवाहित होता है, അവൻ തകരാതിരിക്കണമെങ്കിൽ, अगर ना टूटना है तो, തകരാതിരിക്കണമെങ്കിൽ ना टूटना है तो പല വാക്കുകൾ വരും. बहुत सारे बात आएंगे. തകരാതിരിക്കണമെങ്കിൽ, ना टूटना है तो, അവൻ നിങ്ങൾ നിൽക്കണമെങ്കിൽ, अगर आपको खड़े रहना है അവൻ तो, ഞാൻ ദൈവവചനം പറയുന്നത്, ഞാൻ എന്റെ परमेश्वर का ബലം, वचन कहता है, ഞാൻ എന്റെ ബലം, मैं अपना बल, ഈ അത്യന്ത ശക്തി मैं अपना सामर्थ ഈ മൺപാത്രങ്ങളിൽ इन പകർന്നിരിക്കുന്നു. मिट्टी के बर्तनों में भेज देता हूँ. അതിന് ഇംഗ്ലീഷിൽ ആ വേർഷൻ എഴുതിയിരിക്കുന്നത്, अंग्रेजी में इस प्रकार लिखा है I was knocked down. कि मैं I उसमें was knocked out. मैं वहां पे गिरा पड़ा था, I was knocked down, और मैं हार के गिरा पड़ा but हुआ I was था, not knocked out. लेकिन मैं हारा नहीं गया था, निकाला नहीं गया था, റിങ്ങിന് പുറത്ത് പോയില്ല. मैं उस रिंग के बाहर नहीं गया. കുസ്തി കൂടുന്ന ആൾക്കാർ कुश्ती जो लड़ते हैं ഇടിയിട്ടും, उनको मान मिलता है, എന്നാൽ റിങ്ങിന് പുറത്ത് പോകത്തില്ല. लेकिन उसका अपने दायरे के बाहर नहीं जाते हैं, വീണാലും वो गिरते हैं അടുത്ത പടിയിൽ കയറുവാൻ अगले पड़ाव में चढ़ने के കുതിച്ചു लिए, കയറുന്ന चढ़ने के लिए ആ അത്യന്ത ശക്തി, वो बड़ा बल, ആ അത്യന്ത वो ശക്തി, बड़ा बल, ആ അത്യന്ത ശക്തി, बड़ा बल, ആ അത്യന്ത ശക്തി, बड़ा बल, ആ അത്യന്ത ശക്തി बड़ा बल ഈ മൺപാത്രത്തിൽ പകർന്നെങ്കിൽ इस मिट्टी के बर्तनों में നിങ്ങളെ തടയുവാൻ आपको हराने के ഒരു लिए ദുർഭൂതങ്ങൾക്ക് കഴിയത്തില്ല. कोई भी अंधकार की शक्तियों से नहीं होगा. ആമേൻ. आमीन. ഒരിക്കല് एक बार പൗലോസ് पौलुस ഒരിടത്ത് ശുശ്രൂഷിക്കുകയായിരുന്നു. एक जगह सेवकाई कर रहे थे, നല്ലപോലെ അടി കിട്ടി, बहुत जमकर मार मिला, നല്ലപോലെ അടി കിട്ടി. बहुत जमकर मार मिला. ആ അടി കിട്ടിയത്, मार मिलने के बाद അടി കൊടുക്കുന്നവർ और जो मार रहा था കല്ലേറ് നടന്നു. पत्थरवाह किया, ആ കല്ലേറ് നടക്കുമ്പോൾ और वो पत्थरवाह करते वक्त ആൾക്കാർ വിചാരിച്ചു പൗലോസ് മരിച്ചു. लोग यह सोचे कि पौलुस मर चुका है, മരിച്ചു എന്ന് വിചാരിച്ച് मर चुका है यह सोचकर അവനെ വിട്ട് പോയി. उसको छोड़कर चले गए. അടുത്ത ലൈൻ अगला वाक्य എന്നെ വളരെ എൻകറേജ് ചെയ്തു. मुझे बहुत ही उत्साहित किया. ശിഷ്യന്മാരും വന്നു, शिष्य आए, അവരും കണ്ണുനീര് वो भी വാർത്തതാണ്. रोते हुए आए, അവരും കരഞ്ഞു കാണും. वो भी रोए होंगे. അടുത്ത വാക്യം, अगला वाक्य, എഴുന്നേറ്റ് खड़ा होकर അടുത്തുള്ള പട്ടണത്തിൽ अगले शहर की तरफ, അടുത്ത ദിവസം अगले दिन ശുശ്രൂഷിക്കാൻ सेवा करने, सेवा करने, അവൻ മരിച്ചു എന്ന വ്യക്തി, जो मरा हुआ है മരിച്ചു समझकर, എന്ന് വിചാരിച്ച मरा വ്യക്തി हुआ है जानकर, അടുത്ത ദിവസം अगले दिन അടുത്ത കവലയിൽ अगले दूसरे जगह पर അവൻ ദൈവവചനവുമായി നിൽക്കുന്നു. परमेश्वर के वचन को लेकर खड़ा हुआ. അവൻ എന്താ പൗലോസേ, क्या पौलुस, ഇടിയിടാത്തോണ്ടാണോ? क्या तुझे मार नहीं मिली? ആ കല്ലിന്റെ എണ്ണം क्या കുറഞ്ഞതുകൊണ്ടാണോ? उस पत्थर का कम हो गया ആ गिनती? കല്ലിന്റെ വലിപ്പം क्या കുറഞ്ഞതുകൊണ്ടാണോ? उस पत्थर
की बढ़ोतरी कम हो गई, ഇതൊന്നുമല്ല. लेकिन ये कुछ भी नहीं, മരിച്ചു എന്ന് വിചാരിച്ച് मरा വിട്ടുപോയതാ. हुआ समझ कर छोड़ दिया। അവൻ ബ്ലീഡിംഗ് ആ. रक्त प्रवाह हो रहा है, റെസ്റ്റ് എടുക്കാൻ പോയില്ല. रेस्ट लेने नहीं गया, ആമേൻ. റെസ്റ്റ് എടുക്കാനല്ല പോയത്. रेस्ट लेने नहीं गया, ഈ അത്യന്ത ശക്തി क्योंकि एक अत्यंत सामर्थ ഈ മൺകൂടാരങ്ങളിൽ इस मिट्टी के पात्र में होने के कारण I was knocked down, मैं हारा जरूर गया, but I was not knocked down. लेकिन मैं निकाला नहीं गया, അവൻ ഞാൻ വെളി പോയിട്ടില്ല. मैं बाहर नहीं गया, ഇപ്പോഴും ഞാൻ ഉണ്ട്. मैं अभी भी आगे हूँ, ഇപ്പോഴും ഞാൻ കളത്തിലുണ്ട്. मैं आज भी कुश्ती के उस लड़ाई में हूँ। പിശാചേ, हे शैतान, പിശാചേ, हे शैतान, ദൈവജനത്തിന് വിരോധം ഉയർന്ന അന്യ ശക്തികളെ, परमेश्वर के जन के विरोध में खड़ी रहने वाली शक्तियाँ, അഭിഷേകത്തിന് വിരോധമായി ചലിക്കുന്ന ശക്തികളെ, अभिषेक के विरोध में चलने वाली शक्तियाँ ബുദ്ധിയുടെ ചിന്തകളെ और उस युक्तियों के विरोध में चलने वाली शक्तियाँ യേശുവിന്റെ നാമത്തിൽ प्रभु यीशु के नाम से അത് കീഴടങ്ങി മാറുവോ? उसको हारने की आज्ञा देते हैं സമാധാന പടികളിലേക്ക് ഉയരുവാൻ, और ऊपर के पड़ाव में चढ़ने के लिए സമാധാന നിയോഗത്തിലേക്ക് ഉയരുവാൻ, और उस कलीसिया उस लेवल में बढ़ने के लिए, സമാധാന അഭിഷേകത്തിലേക്ക് ഉയരുവാൻ. कलीसिया उस अभिषेक में बढ़ने के लिए। ആമേൻ. ഇവിടെ ഉണ്ടോ यहाँ पे है क्या ആ അത്യന്ത ശക്തി പ്രാപിച്ചവര്? उस बड़ा बल को प्राप्त किए हुए लोग? ആമേൻ. നിങ്ങളെ തകർക്കാൻ ഒരു വ്യക്തിക്കും आपको കഴിയത്തില്ല. नष्ट करने से कोई व्यक्ति को नहीं होगा। എന്തിനാ ദൂരെ പോകണ്ടേ? दूर दूर क्यों जाए? ഇവിടെ ഇരിപ്പല്ലേ പാസ്റ്ററങ്ങളെ? फास्टर अंकल यहाँ बैठे हैं, എന്നല്ല രോഗമാ, कौन से रोग എന്തൊക്കെ വന്നിട്ടുണ്ട്, क्या क्या नहीं आए, എന്നാൽ ഒന്നും തകർക്കാൻ കഴിയാതെ लेकिन कुछ भी नष्ट करना नहीं हुआ। ഓരോ ദിവസം ബലത്തിന്മേൽ ബലം, हर एक समय बल से भी बल ആമേൻ. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, और तेजस से महिमा की तरफ। ആമേൻ. आमेन, ആമേൻ. आमेन। അവൻ നിങ്ങളെ കണ്ട പിശാചിന്റെ ഭീതിയാ, क्योंकि तुझे देखकर शैतान कांपता है, നിങ്ങളെ കണ്ട പിശാചിന്റെ ഭീതിയാ. क्योंकि तुझे देखकर शैतान डरता है। ആമേൻ. ആമേൻ. യരമ്യാവേ, यिर्मयाह, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. बहुत सारी चीजें कहनी है। യരമ്യാവേ, यिर्मयाह, എന്താ നിങ്ങൾ പറയുന്നത്? क्या तुम क्या कहते हो എനിക്ക് സംസാരിക്കാൻ कि मैं അറിഞ്ഞുകൂടാ. बोलना भी नहीं जानता, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. बोलना भी नहीं जानता। പണ്ട് ഒരു ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, മോശ. एक ऐसा व्यक्ति तो पुराने नियम में हम पढ़ते हैं जिसका नाम मूसा है। ഇതേ സ്റ്റൈലിലാ പറഞ്ഞത്. इसी शैली में उसने कहा, ദൈവം വിട്ടോ, परमेश्वर ने छोड़ा क्या, ദൈവം വിട്ടോ, परमेश्वर ने छोड़ा क्या, ദൈവം വിട്ടോ, परमेश्वर ने छोड़ा क्या, ദൈവം വിട്ടോ. परमेश्वर ने छोड़ा क्या। ചില മരണപാശങ്ങളെ അഴിക്കാൻ, कुछ मृत्यु के फंदों को निकालने के लिए, ചില മരണവിധികളെ അഴിക്കാൻ. किसी मृत्यु के विधियों को तोड़ने के മോശെ, लिए। मूसा, നിങ്ങളുടെ മേലുണ്ടായിരുന്ന വിധി എന്തായിരുന്നു? तुम्हारे ऊपर की विधि क्या थी കണ്ട ഞാൻ തട്ടും. कि जिसको वो कोई उस मूसा को देखेगा तो मारेगा। ഫറോൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തട്ടും. फिरौन जब मूसा को देखेगा तो तुरंत मार ചില डालेगा। വിധികൾ നിന്റെ മേൽ എഴുതിയിട്ടുണ്ട്. तेरे कुछ विधियां तेरे ऊपर लिखी गई हैं, എന്നാ മോശ ഇങ്ങോട്ട് വാ. लेकिन मूसा तू यहाँ मेरे पास आ, എനിക്ക് നിന്നുമായിട്ട് ഒരു എൻകൗണ്ടർ क्योंकि ആവശ്യമാണ്. एक ऐसी बातचीत मेरे और तुझसे करनी है, നിനക്ക് ഞാനുമായി ഒരു എൻകൗണ്ടറിന്റെ एक ആവശ്യമുണ്ട്. ऐसी मुठभेड़ मुझसे और तुझसे होनी है। നിന്റെ ബലത്തിൽ പോയി കഴിഞ്ഞാൽ तेरे बल में अगर तू जाएगा അവന്റെ വാള് കാണുന്ന മുമ്പേ നീ ഓടിക്കളയും. तो उस फिरौन का तलवार देखने से पहले ही तू भाग जाएगा, അവന്റെ ആ ശബ്ദം കേൾക്കുന്ന മുമ്പേ ഓടിക്കളയും. फिरौन के शब्द सुनने से पहले ही तू भाग ആ जाएगा, ഗേറ്റ് കീപ്പറിനെ കാണുമ്പോഴേ ഓടിക്കളയും. उस द्वारपाल को देखकर तू भाग जाएगा। എന്നാൽ മോശ ഇങ്ങോട്ട് വാ. लेकिन मूसा तू मेरे पास आ, നിനക്ക് ഞാനുമായി ഒരു എൻകൗണ്ടറിന്റെ क्योंकि ആവശ്യമുണ്ട്. तुझे मेरे साथ एक मुठभेड़ का होना जरूरी ഈ है। എൻകൗണ്ടർ എന്തിനാ? वो मुठभेड़ क्यों चाहिए? പുതിയ ബലം പകരാൻ, एक नया बल देने के പുതിയ लिए, ധൈര്യം एक പകരാൻ, नया धैर्य देने के ഒരു പുതിയ लिए, നിയോഗം एक പകരുവാൻ, नया उद्देश्य देने के ആർക്കും लिए, ലഭിക്കാത്ത പിൻ തലമുറയ്ക്ക് ലഭിക്കാത്ത നിയോഗം एक ലഭിക്കാൻ, ऐसा उद्देश्य, ऐसा कार्य जो तुझे तेरे बाप दादों को नहीं मिला, പിൻ തലമുറയ്ക്ക് ലഭിക്കാത്ത ചില നിയോഗങ്ങൾ, एक ऐसा कार्य जो तुम्हारे बाप दादों को नहीं मिला, കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രാപിക്കാത്ത നിയോഗങ്ങൾ. पुराने समय में जो अब तक किसी कार्य को नहीं मिला है। മോശേ हे मूसा, രാവിലെ ഇറങ്ങിയതാണല്ലോ, सुबह तू निकला है, എന്നാൽ നീ ഇപ്പോൾ പോകുന്നത് लेकिन तू ऐसी जगह जा रहा है പോലെ അല്ല, जहाँ तू आया वैसा नहीं जाएगा, പോലെ അല്ല, आया है वैसा वापस ചില नहीं പുതിയ जाएगा। നിയോഗവുമായി, एक नए उद्देश्य के ചില साथ, പുതിയ एक നിയോഗവുമായി, नए उद्देश्य के साथ, തടയാൻ കഴിയാത്തതുമായ एक ऐसा भार के साथ, ആ മരണവിധിയെ അഴിച്ചു കളയുന്ന, उस मृत्यु के विधि को नियोड़कर, ആ മരണവിധിയെ അഴിച്ചു കളയുന്ന उस मृत्यु के विधियों को ഒരു तोड़कर, പുതിയ एक അഭിഷേകവുമായി, नया अभिषेक के ഒരു साथ, പുതിയ एक അഭിഷേകവുമായി नया अभिषेक के साथ, വാ മോശേ, हे मूसा, ഞാൻ നിന്നെ അയക്കട്ടെ. मैं तुझे आगे भेज रहा വാ हूँ। മോശേ. हे मूसा, റാന്ധാല ഖാബോ. ഉണ്ടോ ഇവിടെ മോശമായ? या यहाँ कोई है मूसा जो मुझे सुन रहा है? ആമേൻ. പല ഒഴിവുകേടുകൾ പറഞ്ഞിരിക്കാതെ बहुत सारे कमजोरियों को लेकर आप पीछे हट रहे हैं,
ഞാൻ ഇന്ന് മെസ്സേജ് എടുക്കണം, ഇന്ന് വൈകിട്ടാണ് ഞാൻ അറിഞ്ഞു, ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ അറിഞ്ഞു. आज दोपहर में मुझे पता चला कि मुझे आज संदेश लेना है. ഞാൻ പല വഴിയും പറഞ്ഞു. बहुत सारी कमजोरियां मैंने कही. സുനിൽ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, सुनील पास्टर जी से भी कहा, എന്നെ കൊണ്ട് പറ്റത്തില്ല, पास्टर जी मुझसे नहीं ഈ होगा, മലയാളം ഒക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. क्योंकि ये मलयालम भाषा बोलकर समझाना मुश्किल है. എന്നാൽ लेकिन നിയോഗമുണ്ടോ? एक समय है, നിയോഗമുണ്ടോ? आपके ऊपर उद्देश्य है. നേരത്തെ പറഞ്ഞതുപോലെ जैसे पहले कहा गया, ഹിന്ദിയിലും സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, हिंदी में भी बात करने वाला एक परमेश्वर है, അന്യഭാഷയിലും സംസാരിക്കാൻ കഴിയുന്ന अन्य ഒരു भाषा में ദൈവമുണ്ട്. बात करने के लिए परमेश्वर है. ആമേൻ. आमेन. ആമേൻ. മോശേ मूसा, ഇങ്ങോട്ടൊന്ന് കയറി വാ, यहाँ पे तुम उठ कर आओ, ഇങ്ങോട്ടൊന്ന് കയറി വാ, यहाँ पे चढ़ कर आओ, ഇങ്ങോട്ടൊന്ന് കയറി വാ. यहाँ पे चढ़ कर आओ. നിനക്ക് എന്റെ ഒരു എൻകൗണ്ടറിന്റെ आज ആവശ്യമുണ്ട്. एक ऐसी मुठभेड़ तुझे मेरे साथ होनी है, നിനക്ക് എന്റെ ഒരു എൻകൗണ്ടറിന്റെ एक ആവശ്യമുണ്ട്. मुठभेड़ जो मुझे तुझसे करनी है. നിന്നെ മരണ വിധികളെ അഴിക്കുന്ന तेरे मृत्यु के विधियों को तोड़ना है. ഞാൻ കാണുന്ന ഒരു ഭയങ്കര ദിവസാന്നിധ്യം ഇവിടെ ചലിക്കുന്നത്. मैं यहाँ पे परमेश्वर के सानिध्य को महसूस कर रहा हूँ. ആമേൻ. എന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദിവസാന്നിധ്യം. एक मैं अपने सोच से भी परे परमेश्वर का सानिध्य यहाँ पे है. ആമേൻ. ഈ മെസ്സേജ് ഒക്കെ അവിടെ കിടക്കട്ടെ, मैसेज यहाँ रहने दे, അതൊക്കെ പിന്നെ वो സംസാരിക്കാം. बाद में भी हम कह सकते हैं. ആമേൻ. ചിലത് ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞു. आज कुछ लोग जब चलेंगे, ചില ദൈവിക എൻകൗണ്ടർ जब ഉണ്ടായി कुछ കഴിഞ്ഞാൽ परमेश्वर के साथ जो मुठभेड़ കഴിഞ്ഞ होगा, കാലഘട്ടത്തിൽ ലഭിക്കാത്ത അഭിഷേകത്തിന് നിയോഗം एक ऐसा उद्देश्य जो अब तक किसी को प्राप्त न हुआ हो, ഇന്ന് 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 आज ഇന്ന് आज आज ഇന്ന് രാത്രി आज रात को നിങ്ങളുടെ ജീവിതം മാറ്റുന്ന आपके जीवन को बदलने ഒരു वाला ദൈവിക നിയോഗം, एक परमेश्वर का उद्देश्य, ദൈവിക നിയോഗം, परमेश्वर का उद्देश्य, ദൈവിക നിയോഗം, परमेश्वर का उद्देश्य, ദൈവിക നിയോഗം. परमेश्वर का उद्देश्य. ശബാന ഖടദല शधुरारे बारो खरा बंधन रई बाउडे खैरा गलम थिन के दबाउडा बशाम धुरारे के रे बारा खाउडा बारा शदिरा बड़ा गरम थन रे बाउदिनी के रे बाउडा शधुरारे के बेरे बाउडा खाउडा बड़ा शंधनारे के गरम था वे देने खेरा बाउडा दीने ला खाउडा बा देने बाउडा शांतिनी खेरा बाउडा शधरा लिखे दम बेरे खेरा बाउडा शधुरा ഒരു ദൈവിക നിയോഗം വെളിപ്പെടട്ടെ. परमेश्वर का उद्देश्य यहाँ पर प्रकट होने ആ എന്റെ നോട്ട്സിൽ ഇല്ലാത്തതാണെങ്കിലും एक नोट्स में जो यहाँ पे लिखा नहीं है वो मैं ഞാൻ ഒരു കാര്യം പറയട്ടെ. एक चीज में बताना എന്റെ चाहता മനസ്സിൽ ദൈവാത്മാവ് हूं. തരുന്നത്, मेरे मन में जो पवित्र आत्मा कहती है, ഒരിക്കൽ एक बार ഇഷായുടെ കുടുംബത്തിൽ ഇതേ ഒരു നിയോഗം വെളിപ്പെടാൻ സമയമായി. ईशाई के घर में भी एक ऐसा उद्देश्य होने लगा. 7 എണ്ണത്തെ വിളിച്ചു വരുത്തി. 7 लोगों को खड़ा किया ബലിഷ്ഠന്മാർ, और बलवान लोग മൃഷ്ടാന ഭോജനം കഴിക്കുന്നവർ, और अच्छा भोजन करने वाले, രാജകീയമായ ഭോജനങ്ങൾ കഴിക്കുന്നവർ, राजकीय भोजन करने वाले, അവരെല്ലാം നിപ്പുണ്ട്. सब लोग वहां खड़े हैं. എന്റെ നമ്പറാന്ന് പറഞ്ഞു. मेरा नंबर आएगा करके, എന്നാൽ ഇവന്മാരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തു. लेकिन किसी को भी परमेश्वर ने नहीं चुना. ഒരു ബാലനായ ഒരു വ്യക്തി, एक जवान को परमेश्वर ने देखा, കാട്ടിൽ താമസിക്കുന്നവൻ, जंगल में रहने वाला, റോയൽ കൾച്ചർ ഇല്ലാത്തവൻ, एक रॉयल राजकीय परंपरा जिसके ऊपर नहीं है, റോയൽ ട്രഡീഷൻസ് അറിയാത്തവൻ, राजकीय ट्रेडिशन नीति को नहीं जानता है, ആൾക്കാരുമായി അധികം ഇടപെടാത്ത, लोगों के साथ जिसका जानता नहीं है, ആടുകളുമായി താമസിക്കുന്ന भेड़ों के साथ जीता है, ഒരു അഭിഷക്തനായ एक ദാവീദിനെ अभिषिक्त दाऊद, ദൈവം ഇങ്ങോട്ട് തിരഞ്ഞെടുത്തു. परमेश्वर ने उसको चुना. ഒഴിവ് പറഞ്ഞില്ല, उसने कुछ भी इनकार नहीं ഒഴിവ് किया, പറഞ്ഞില്ല, इनकार नहीं किया, ഒഴിവ് പറഞ്ഞില്ല. इनकार नहीं किया. എന്താ ദാവീദേ? क्यों दाऊद? ദാവീദിന് ആത്മാവിൽ മനസ്സിലായി, दाऊद के आत्मा में ये जान കഴിഞ്ഞ लिया, തലമുറയ്ക്ക് കഴിയാത്തത് पिछले बाप दादों से जो नहीं ഈ हुआ, ദൈവത്തിന് എന്നെ കൊണ്ട് आज ചെയ്തെടുക്കാൻ, परमेश्वर मुझसे वो करवाना चाहता है. കഴിഞ്ഞ തലമുറയ്ക്ക് കഴിയാത്തത്, पिछले जिलों में जो नहीं हुआ, കഴിഞ്ഞ തലമുറയ്ക്ക് കഴിയാത്തത് पिछले बाप दादों से जो नहीं हुआ, എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ मेरे द्वारा करने के लिए ദൈവത്തിന് ഹിതമുണ്ട്. आज परमेश्वर की इच्छा है. ആ ആത്മാവിലെ പൾസ് മനസ്സിലാക്കി, और वो आत्मा उस पल्स को जान लिया, ആത്മാവിൽ ആ സെൻസ് ചെയ്തു. आत्मा ने उसको जान लिया. ആദ്യത്തെ ശുശ്രൂഷയിൽ और पहले ही सेवखाई में ഗോലിയാത്തിന്റെ തലയുമായിട്ടാ പോയത്. गोलियत का सर को लेकर दाऊद निकला. നിക്കട്ടെ, ആരാധിക്കാൻ വരട്ടെ, ഞാൻ പറയാം. അതെന്താ ഗോലിയാത്തിന്റെ തല? क्यों गोलियत का सर? കഴിഞ്ഞ തലമുറയിൽ क्योंकि पिछले दिनों में, पिछले ശൗലിനെ सालों में ഏൽപ്പിച്ചു തരുന്നത് शाऊल को जो जवाबदारी दी गई थी ഇങ്ങനെ തട്ടാൻ गोलियत को मारने के लिए, 5 എണ്ണം ഉണ്ട്. 5 लोग हैं.
അവരെല്ലാം തട്ടാൻ. सबको मार डालने के लिए എന്നാൽ था, പറ്റിയില്ല. लेकिन नहीं हुआ. സംഭവിച്ചത് എന്താ? कारण क्या था? ശൗലിന്റെ തല शाऊल का सिर ഫിലിസ്തീർ വെട്ടിക്കൊണ്ടുപോയി. फिलिस्ती उसको लेकर चले गए. ബൈബിളുണ്ട്. ഫിലിസ്തീർ വെട്ടിക്കൊണ്ടുപോയി. फिलिस्ती लेकर गए. ആരുടെ തല? किसका सिर? ശൗലിന്റെ തല. शाऊल का सिर. നിന്നെ ഏൽപ്പിച്ച് നീ ചെയ്യാതിരുന്നെങ്കിൽ क्योंकि अगर जो काम तू अगर नहीं करेगा, പിശാച് ചെയ്യും. शैतान करेगा. ഏതാ വേണ്ടിയത്? क्या करना है? ഏതാ വേണ്ടിയത്? क्या कर लेना है? ഏതാ വേണ്ടിയത്? क्या करना है? ഏതാ വേണ്ടിയത്? क्या लेना है? ഇന്ന് ഗോലിയാത്തിന്റെ തലയുമായി പോകാൻ അഭിഷക്തന്മാരുണ്ടോ അവിടെ? आज गोलियात के सर को ले जाने वाले सुनने वाले अभिषिक्त आ जाएं. ഗോലിയാത്തിന്റെ തലയുമായി പോകാൻ അഭിഷക്തന്മാരുണ്ടോ? गोलियात के सर को ले जाने वाले अभिषिक्त ആമേൻ. सुन रहे हैं. ധൈര്യത്തോടെ धैर्य के साथ, ഈ धैर्य के साथ. നിയോഗം ഏറ്റെടുത്തോ. जो उद्देश्य तेरे ऊपर है, അവൻ നിയോഗം ഏറ്റെടുത്തോ. उद्देश्य ले लीजिए. ഈ നിയോഗം ഏറ്റെടുത്തോ. इस उद्देश्य को ले നിങ്ങളെ लीजिए. ശക്തീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ബലം सामर्थ देने के लिए एक परमेश्वर है. അവൻ നിങ്ങളുടെ കൾച്ചർ അറിയുന്നില്ലെങ്കിലും, कल्चर को जानने वाला नहीं, റോയൽ കൾച്ചർ അറിയത്തില്ലെങ്കിലും कल्चर नहीं जानता है, നിയോഗം ഏറ്റെടുത്തോ. लेकिन उद्देश्य होने के ചലിക്കാൻ कारण തുടങ്ങിക്കോ. अगर आप तैयार हैं, ഗോലിയാത്തിന്റെ തല നിന്റെ കയ്യിലായിരിക്കും. गोलियत का सिर तेरे हाथ में रहेगा. ഗോലിയാത്തിന്റെ കൈ ഗോലിയാത്തിന്റെ തല നമ്മുടെ കയ്യിലായിരിക്കും. गोलियत का सर हमारे हाथ में रहेगा. ആമേൻ. आमीन, ആമേൻ. आमीन. ഷാനാദാദാദാദാ രാഗബാലാഥല. Hey, Jesus, Jesus. Amen. നിയോഗം മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടോ? उद्देश्य को समझने वाले लोग हैं. ഉണർവ് നമ്മളാൽ നടക്കും. जागृति हम लेकर आएंगे. കഴിഞ്ഞ തലമുറ പ്രാർത്ഥിച്ചത്, पिछले जो पीढ़ी थी जिन्होंने प्रार्थना की, കഴിഞ്ഞ തലമുറ കാത്തിരുന്നത്, पिछली पीढ़ी जो आशा लिए हुए थी, ആമേൻ, നമ്മൾ കാണാൻ പോകുകയാണ്. हम उसको देखने वाले हैं, നമ്മൾ ചെയ്യാൻ हम പോകുകയാണ്. उसको करने वाले हैं. കഴിഞ്ഞ തലമുറയ്ക്ക് പറ്റാതിരുന്നത്, जो पिछली पीढ़ी नहीं कर पाई, അവർക്ക് വെളിപ്പെടാതിരുന്നത്, उनको जो प्रकाशित नहीं ഈ हुआ, തലമുറയിൽ, क्या पीढ़ी, ഈ തലമുറയിൽ, क्या पीढ़ी, ഈ തലമുറയിൽ क्या पीढ़ी, നമ്മളെ കൊണ്ട്, हमारे द्वारा, നമ്മളാൽ आज हमारे द्वारा शादारे खेल अगर हम थे ഒരു ആത്മീകമായ आत्मिक रूप में, ജുഡബലഗടഗദലദലദല. ആമേൻ. ഏഴാം വാക്യം, അതിന് യഹോവ और 7वां वाक्य, എന്നോട് അരുളി ചെയ്തത്, परंतु यहोवा ने मुझसे कहा. അതിനെ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഞാൻ मैं ബാലനെന്ന് लड़का हूँ, നീ പറയരുത്. तू मत कह. എന്തൊക്കെയാ ഒഴിവ് പറഞ്ഞ്, कितना इनकार यिर्मयाह ने किया. എന്തൊക്കെ സംസാരിക്കാൻ അറിയത്തില്ലെന്നാ പറഞ്ഞു, क्या क्या नहीं बोलना करके यिर्मयाह ने कहा. എന്തൊക്കെ ചിന്തിച്ചാ क्या क्या सोच कर यिर्मयाह आया. മടിച്ചിരുന്ന്. कितना कमजोरी से बैठा था. 21 ദിവസം കഴിഞ്ഞാൽ 21 दिन के बाद കളറിലോട്ട് പോവുക. जब आप कुश्ती के अखाड़े में जाएंगे, ആ റിങ്ങിനകത്തോടെ കയറുക. उस अखाड़े के भीतर जाएंगे, റിങ്ങിനകത്തോടെ കയറുക. उस अखाड़े के भीतर जाएंगे, റിങ്ങിനകത്തോടെ കയറുക. अखाड़े के भीतर जाएंगे. ഗോലിയാത്തിന്റെ തല വെട്ടാൻ, गोलियत का सर को काटने, ഗോലിയാത്ത് തല വെട്ടാൻ, गोलियत के सर को काटने, ഗോലിയാത്തിന്റെ തല വെട്ടാൻ गोलियत के सर को അവൻ काटने. ഉപവാസ പ്രാർത്ഥന പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. उपवास प्रार्थना में प्राप्त करने वाले तैयार हो जाएं. അന്ധകാര ശക്തിയുടെ അടിസ്ഥാനം ഇളക്കുന്നത്. अंधकार की ताकतों की नींव हिलाने के लिए. ആമേൻ. आमीन. ബാലനെന്ന് നീ പറയരുത്. लड़का है कर मत कर, ഞാൻ നിന്നെ क्योंकि मैं तुझे അയക്കുന്ന ഏവരുടെയും मैं तुझे जहां भी वे भेजूं അടുക്കൽ നീ പോകുക. वहां तू जाएगा. എങ്ങോട്ടാ പോകണ്ടേ? कहाँ जाना है, എങ്ങോട്ടാ പോകണ്ടേ? कहाँ जाना है. റെസിപ്പിയന്റ് അല്ലാത്ത, റിസീവ് ചെയ്യാൻ കഴിയാത്ത, जो उसको प्राप्त करने लोग नहीं है, जो നിന്നെ അടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന तुझे मारने के लिए जो लोग तैयार हैं, അവരുടെ അടുക്കലേക്ക് പോകാം. उनके बीच में तुझे भेजूं. രമ്യാവേ, यिर्मयाह, എങ്ങോട്ടാ പോകുന്നത്? कहाँ जाना है. നിന്റെ വാക്കുകൾ, तेरे शब्दों से, നിങ്ങളുടെ വാക്കുകൾ, तेरे शब्दों से, നിങ്ങളുടെ ആ പ്രവചന ശബ്ദങ്ങൾ तेरी भविष्यवाणियों के ഈ शब्दों से യഹൂദന്മാർ കേൾക്കത്തില്ല. ये यहूदी लोग नहीं सुनेंगे, എന്നാൽ लेकिन നെബൂഖദ്നേസർ കേൾക്കും. नबूकदनेस्सर सुनेगा.
നെബൂഖദ്നേസർ കേൾക്കും. नबूकदनेस्सर सुनेगा, നെബൂഖദ്നേസർ കേൾക്കും. नबूकदनेस्सर सुनेगा। നിങ്ങൾക്ക് അനുകൂലമായി നെബൂഖദ്നേസറിന്റെ അരമനയിൽ ഒരു വിധി പുറപ്പെടും. लेकिन तेरे अनुकूल एक नियम वहां उस राजमहल से निकलेगा। അവൻ കേൾക്കാത്തവരെ വിട്ടുകളാ. जो लोग नहीं सुनते हैं छोड़ दे उन्हें। ചില രാജ കൊട്ടാരത്തിൽ ശബ്ദം മുഴങ്ങും. एक राजमहल में तेरा शब्द गूंजेगा। ഞാൻ ജാതികൾക്ക് മുദ്രമോദ്രമാക്കി മാറ്റും. मैं तुझे जातियों का एक सील होकर तुझे रखूंगा, मोहर के समान तुझे प्रयोग में लाऊंगा। ഞാൻ ജാതികൾക്ക് മുദ്രമോദ്രമാക്കി മാറ്റും. जातियों के लिए एक मोहर के समान तुझे लाऊंगा। നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെ और जो സംഭവിക്കും. तू कहेगा वैसा ही होगा। രാജാവിന്റെ അധികാരത്തിന് ഉപരിയായി, राजा के अधिकार से भी ऊपर, രാജാവിന്റെ കൽപ്പനകൾക്ക് ഉപരിയായി राजा के आज्ञा से भी ऊपर അവൻ മുദ്രമോദ്രമാക്കി एक മാറ്റിയ ऐसी मोहर तुझे बनाऊंगा। രാജാതി രാജാവിന്റെ മുദ്രമോദ്രമായി മാറിയാൽ राजा परमेश्वर का एक मोहर तुझे बनाऊंगा। രാജാവിന്റെ വിധികളൊക്കെ അങ്ങ് മാറിക്കിടക്കും. राजा का सारा नियम अलग होगा। നിങ്ങൾ പറയുന്നത് और जो तू സംഭവിച്ചിരിക്കും. बोलेगा वो संभव रहेगा। നിങ്ങൾ പറയുന്നത് जो तू സംഭവിച്ചിരിക്കും. बोलेगा वो संभव होगा। തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. और उसको रोकने के लिए कोई शक्ति कार्य नहीं करेगी। തടയാൻ ഒരു പാതാള ഗോപുരങ്ങൾക്ക് കഴിയത്തില്ല. कोई अधोलोक की ताकतें उसमें प्रबल नहीं होगी। നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। ഇത് പല കാര്യങ്ങൾ പറയാനുണ്ട്. बहुत सारी चीजें कहनी। 9, 10 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 9 और 10 वाक्य को हम नीचे पढ़ेंगे। ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് मैं तुझे चुना है ഇടിപ്പാൻ, मारने के लिए, പൊളിപ്പാൻ, तोड़ने के അങ്ങനെ लिए। പല സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ऐसे बहुत सारी चीजें लिखी എന്നിട്ട് हैं। പറയുന്നത് പണിയുവാൻ, और बनाने के लिए, നടുവാൻ, उसको लगाने के लिए, നടുവാൻ, लगाने के लिए, പണിയുവാൻ. बनाने के लिए। അവൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. आज किन्हीं लोगों को परमेश्वर को जरूरत है। അടുത്ത സെറ്റ് ഓഫ് ഒരു വാരിയേഴ്സിനെ ഒരുക്കാൻ. अगला जो है लड़ाई करने के लिए लोगों का एक पीढ़ी परमेश्वर चाहता है। അടുത്തൊരു സൈന്യ ബറ്റാലിയൻ ഇറക്കാൻ. एक सेना की एक बटालियन को परमेश्वर चाहता है ചിലതിനെ പണിയുവാൻ, बनाने के लिए, ചിലതിനെ നടുവാൻ. किसी को लगाने के लिए। ഇന്ന് ദൈവത്തിന് ആവശ്യമുണ്ട്. आज परमेश्वर को जरूरत है। ഇന്ന് നിങ്ങളമായിരിക്കോ? आज परमेश्वर आपको भेजेंगे। നിങ്ങളതായിരിക്കുമോ? आप वो होंगे क्या? നിങ്ങളതായിരിക്കുമോ? क्या आप होंगे क्या? അവൻ അറിയുന്ന ഒരു ദൈവം, जानने वाला एक परमेश्वर, വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. शुद्ध करने वाला परमेश्वर। നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करेंगे। നല്ല ദൈവമേ, मेरे प्रभु, ഈ നല്ല രാത്രിക്കായി നന്ദി इस പറയുന്നു. अच्छे रात के लिए धन्यवाद। കർത്താവേ, ഹിന്ദി മലയാളം 2 സർവീസസ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. प्रभु जी, हिंदी और मलयालम दोनों आराधना को आपके हाथों में समर्पित करते हैं। രണ്ടിനകത്തും ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കുന്ന, दोनों के भीतर आपका बड़ा सामर्थ कार्य करने पाए, ആത്മശക്തി കൈകാര്യം ചെയ്യുന്ന, और उस सामर्थ को कार्य करने वाले, ആ ആത്മശക്തി നിയോഗങ്ങൾ ഉപയോഗിക്കുന്ന और उस आत्मा की सामर्थ उद्देश्यों को प्राप्त करके चलने वाले ചില സൈനികർ എഴുന്നേൽക്കട്ടെ. इन्हीं सेना आज यहाँ पे खड़ी होने पाए। ചില പടയാളികൾ എഴുന്നേൽക്കട്ടെ. आज यहाँ पे सेना खड़ी होने पाए। വർജനം ആചരിച്ച ചില കർത്താവേ, ചില പടയാളികൾ എഴുന്നേൽക്കട്ടെ. आज कुछ सेना यहाँ पे कार्य करने पाए। കർത്താവേ, ഇതങ്ങ് ചെയ്താലും प्रभु आप करिएगा। അങ്ങയുടെ ആഗ്രഹങ്ങൾ, അങ്ങയുടെ ഹിതങ്ങൾ आपकी हित, आपकी इच्छा നിറവേറട്ടെ. आप पूरी होने पाए। ഞങ്ങളിതാ, हम यहाँ पे हैं, ഞങ്ങളെ ഉപയോഗിക്കണം. हमें यह उपयोग में लाइए। യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम से ആമേൻ. आमीन।